നമസ്കാരം. ഇപ്പോൾ ശരിക്കും ഒരു ഇന്ത്യ പാക് കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ ഇനി ഇത് എസ്കലേറ്റ് ആയി പോകുമോ, ഇതിൽ ഒരു ടെൻഷൻ പിടിച്ചൊരു സമയം തന്നെയാണ്. ഈ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട കാര്യം വെച്ചാൽ രണ്ട് രാജ്യങ്ങൾക്കും അധികം വേസ്റ്റ് ആവാത്ത കാര്യങ്ങൾ സംഭവിക്കട്ടെ, ഇതൊരു സമാധാനത്തിലേക്ക് പോട്ടെ. ഇതൊരു ഒത്തിരി ഇന്നസെൻ്റായിട്ടുള്ള മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനാണെങ്കിലും ഭയങ്കരമായിട്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മുടെ സോൾജേഴ്സും നമ്മുടെ ഭരണാധികാരിയൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാ ആളുകളും ഒന്ന് ആയിട്ട് നമ്മുടെ ഈ ഒരു ഡിസിഷന് വളരെ സപ്പോർട്ടായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതൊന്നും അല്ല ഇന്ന് ഞാനിവിടെ പറയാൻ പോണത്. അത് പറയാനുള്ള ഒരു ആധികാരികത അതൊന്നും എനിക്കില്ലേന്ന് താനും. എനിക്ക് ആകെയുള്ള പ്രാർത്ഥന എന്ന് വെച്ചാൽ ഇതെല്ലാവരും ഒന്ന് സമാധാനത്തോടെ പോട്ടെ. നമുക്കെന്ന് പറഞ്ഞാൽ നല്ല സോൾജേഴ്സും ആൾക്കാരൊക്കെ അവർ കൃത്യമായിട്ട് ഈ ജോലി ചെയ്തിട്ട് ഇതിലൊരു സമാധാനം കൊണ്ടുവന്നോളും. ഇതിന് മുന്നും പല സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ഇൻവേർഡ് നോക്കുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ ഓരോ ഇൻഡിവിജ്വൽസിനും എന്ത് ചെയ്യാൻ പറ്റും, സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു 5 കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമുക്ക് ഈ ടൈമിൽ വേണ്ടത് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റിയാണ്. നമുക്കിപ്പോഴും ആദ്യത്തെ കാര്യം വെച്ചാൽ നമുക്ക് പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാസത്തെ ചിലവിനുള്ള പൈസയെങ്കിലും നമ്മുടെ അടുത്ത് വീട്ടിൽ ലിക്വിഡായിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. ഇൻ കേസ് എന്തെങ്കിലും വേസ്റ്റ് സിറ്റുവേഷൻ വന്നാൽ നമുക്ക് വീടിന് പുറത്തിറങ്ങാനൊക്കെ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് പൈസ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് പൈസ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അതിനുവേണ്ടി പറ്റുമെങ്കിൽ ഒരു മാസത്തെ പൈസയെങ്കിലും നമ്മൾ വീട്ടിൽ ലിക്വിഡായിട്ട് വയ്ക്കാം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എമർജൻസി ഫണ്ട്. ഇത് എമർജൻസി ഫണ്ടിന് അപ്പുറത്താണ് ഞാൻ ഈ പറഞ്ഞത് ലിക്വിഡായിട്ട് വയ്ക്കുക എന്നുള്ളത്. എമർജൻസി ഫണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 12 മാസത്തേക്കുള്ള എമർജൻസി ഫണ്ടെങ്കിലും നമ്മൾ വളരെ ലിക്വിഡ് ഫോമിൽ നമ്മൾ വയ്ക്കുക. ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡെറ്റ് ഫണ്ടുകളിലോ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇപ്പോൾ ചെയ്യാതെ ഇത് വളരെ ലിക്വിഡ് ഫോമിൽ നമ്മുടെ അടുത്ത് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് രംഗങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും നമുക്ക് ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഗോൾഡ് പോലത്തെ അസറ്റ് ക്ലാസ്സിൽ കുറച്ചും കൂടി ഒരു താല്പര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഗോൾഡ് ഒരു നല്ലൊരു അസറ്റ് ക്ലാസ് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ നമ്മുടെ എത്ര ഗോൾഡ് ഉണ്ടെന്നൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് നോക്കണമെങ്കിൽ നല്ലതാണ്. അതേപോലെ തന്നെ ഗോൾഡ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോർട്ട്ഫോളിയോയിൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂട്ടുകയാണെങ്കിൽ നല്ലതാണ് ഈ എമർജൻസി ഫണ്ടിനോടൊപ്പം തന്നെ. പക്ഷേ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഗോൾഡായിട്ട് കണക്കാക്കരുത്, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഡെഫിനറ്റ്ലി മാൻഡേറ്ററി ആണ്. നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വല്ല ജോബ് ലോസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡിവിജ്വലായിട്ട് മാൻഡേറ്ററി ആയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടൈം ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഇൻഷുറൻസ് ഒന്ന് റിവ്യൂ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഇൻഷുറൻസുകൾ കൃത്യമായിട്ടുള്ള ഇൻഷുറൻസുകളാണോ, അതായത് കട്ട് ചെയ്യേണ്ടതാണോ, നമുക്ക് ഈ പ്രധാനപ്പെട്ട ഇൻഷുറൻസുകൾ ഹെൽത്ത് ഇൻഷുറൻസ് ഹോസ്പിറ്റലൈസേഷനും പൈസ നമുക്ക് വരുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ പൈസ നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. ടൈം ഇൻഷുറൻസ് മസ്റ്റ് ഉണ്ടായിരിക്കണം. ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. നമ്മുടെ ലൈഫിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഫാമിലിക്ക് ഒരു ബൾക്ക് പൈസ കിട്ടുന്ന വിധത്തിലുള്ള ഇൻഷുറൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് എപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഈ സിറ്റുവേഷനിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് റിവേഴ്സ് ചെയ്ത് നമ്മൾ നോക്കണം. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിർത്തണം. ഇതിൽ നമ്മുടെ SIP നമ്മളിപ്പോൾ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. SIP ഇനി കൂടുതൽ ചെയ്യാനുള്ള ശേഷി ഉണ്ടെങ്കിൽ അത് കൂട്ടി ചെയ്യുക. കാരണം ഈ ഒരു സിറ്റുവേഷനിലൊക്കെ മാർക്കറ്റ് മുകളിലേക്കും താഴേക്കും പോകും. ഈ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവറേജ് ചെയ്യേണ്ട സമയം. അപ്പോൾ നമുക്ക് ഒരു ബൾക്കായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ അതൊരു പീരിയോഡിക്കലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക. ഇനി അപ്പോൾ എപ്പോഴും നോക്കണം നമുക്ക് ഇത് ഇപ്പോഴേക്കാണോ ലോങ് ടൈമിലേക്കാണോ. ഇനി നമ്മുടെ അടുത്തൊരു 10 ലക്ഷം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ 10 മാസം കൊണ്ട് വേണമെങ്കിലും 1 ലക്ഷം വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഒറ്റയടിക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻ നോക്കണമെന്നില്ല. ഇനി SIP ഉള്ളത് ഡെഫിനറ്റ്ലി കണ്ടിന്യൂ ചെയ്യുക. SIP ഉള്ളത് നമ്മൾ ചെയ്തെടുക്കുന്ന ഫണ്ടുകളൊക്കെ കൃത്യമായിട്ടുള്ള ഫണ്ടുകളാണോ. നമ്മൾ ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാർക്കും സംഭവിച്ചിരിക്കുന്ന കാര്യം വെച്ചാൽ ഒത്തിരി NFOs വന്നത് എടുത്തു വെച്ചിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി തിമാറ്റിക്കൽ ഫണ്ടുകൾ വെച്ചിട്ടുണ്ടാവും, ഒത്തിരി സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ അനുപാതം ശരിയായ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒന്ന് നോക്കിയിട്ട് SIPs കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ
ആവറേജ് ചെയ്തെന്ന് പറഞ്ഞിട്ട് മോശം അസറ്റ് ക്ലാസ്സിൽ ആവറേജ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഈ സമയത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള അസറ്റുകളിലാണ് അല്ലെങ്കിൽ കമ്പനികളിലോ അല്ലെങ്കിൽ ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം മ്യൂച്വൽ ഫണ്ടുകളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ലോണുകൾ വല്ലതുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ലോണുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാൻ പറ്റും ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യുക. പലപ്പോഴും നമുക്ക് ഇനിയൊരു ടെൻഷൻ സിറ്റുവേഷൻ എസ്കലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ നമുക്കറിയില്ല. ഇത് കാരണം നമ്മുടെ ജോബ് ലോസിന് വല്ല ചാൻസ് ഉണ്ടോ? ഇങ്ങനത്തെയൊക്കെ ടൈമിൽ നമ്മൾ ലോണുകളൊക്കെ എടുക്കണം, നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹോൾഡ് ചെയ്യുക. എക്സിസ്റ്റിംഗ് ലോണുകൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് കൂട്ടിയടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പേഴ്സണൽ ഫിനാൻസ് നമുക്ക് ഒരു പരിധിവരെ സെക്യൂറായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ വിളിച്ച് സംസാരിക്കുക. ഇനി അതല്ല കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കുക. വിൽ ട്രൈ ടു ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.